2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? PK വീരമണിദാസൻ എന്നാണ്. 2024 ഹരിവരാസനം അവാർഡ് PK വീരമണിദാസനാണ് ലഭിച്ചത്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഗുരുഗ്രാം ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയെ തുടർച്ചയായി എത്രാം വട്ടമാണ് ഷെയ്ഖ് ഹസീന ചുമതലയേറ്റത്? 4-ാം വട്ടമാണ്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി എത്രാം വട്ടമാണ് ഷെയ്ഖ് ഹസീന ചുമതലയേറ്റത്? 4-ാം വട്ടമാണ്. ലഹരി വസ്തുവായ കറുപ്പുൽപ്പാദിപ്പിക്കുന്നതിൽ 2023 മുന്നിലെത്തിയ രാജ്യം ഏത്? മ്യാൻമർ. ലഹരി വസ്തുവായ കറുപ്പുൽപ്പാദനത്തിൽ 2023 മുന്നിലെത്തിയ രാജ്യമാണ് മ്യാൻമർ. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? തെലങ്കാന. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? തെലങ്കാനയിലാണ്. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെപ്പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ് എന്നാണ് പേര്. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെപ്പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? വീരമംഗെ റാണി വേലു നാച്ചിയാർ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഭാഗ്യചിഹ്നമാണ് വീരമംഗെ റാണി വേലു നാച്ചിയാർ. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രമാണ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ്? കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? ദുബായിലാണ്. രണ്ടാമത്തെ അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് ദുബായിലാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന പ്രായം കുറഞ്ഞ വ്യക്തി ഏത്? സാറ എന്ന 4 വയസ്സുകാരി. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സാറ എന്ന 4 വയസ്സുകാരിയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സാറ എന്ന 4 വയസ്സുകാരി. അടുത്തത്, 2024 അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ് എന്നുള്ളതാണ്. അത് കുഫോസ്. 2024 അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ്. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫറൂഖിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് ഫറൂഖിലാണ്. ഇനി 2024 അന്താരാഷ്ട്ര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? അത് കൊച്ചിയാണ്. 2024 അന്താരാഷ്ട്ര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം കൊച്ചിയാണ്. 2023 വ്യാസസമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരിയാണ് പുഷ്പഭാരതി. 2016 രചിച്ച യാദേൻ യാദേൻ ഔർ യാദേൻ എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം. ഹിന്ദി സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകൾ പരിഗണിച്ച് KK ബിർള ഫൗണ്ടേഷനാണ് 1991 മുതൽ ഈ വ്യാസസമ്മാനം നൽകുന്നത്. 4 ലക്ഷം രൂപയാണ് വ്യാസസമ്മാനം എന്നുള്ളത്. ഇനി അടുത്തത്, 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേരെന്താണ്? മൗണ്ട് ലെവഡോബി ലാക്കി എന്നാണ്. മൗണ്ട് ലെവഡോബി ലാക്കി എന്നാണ്. ലോക ചെസ് സംഘടനയുടെ ലൈവ് റേറ്റിംഗിൽ ഇന്ത്യയിലെ 1-ാം നമ്പർ താരമായത് ആരാണ്? R പ്രജ്ഞാനന്ദയാണ്. ഇന്ത്യയിലെ ലോക ചെസ് സംഘടനയുടെ ലൈവ് റേറ്റിംഗിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് R പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിനെയാണ് ഈ താരം മറികടന്നത്. 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ലയണൽ മെസ്സി ആണ്.
2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യമേതാണ്? മലേഷ്യയാണ്. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം മലേഷ്യയാണ്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ ഏതാണ്? ദി അപ്രന്റീസ് എന്നാണ്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയാണ് ദി അപ്രന്റീസ്.